ബീഹാറിലെ തോൽവി ചർച്ച ചെയ്യാൻ യോഗം ചേർന്നു കോൺഗ്രസ്. യോഗത്തിന് ശേഷം കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഇതിനകത്ത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ ഇതിനെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 17C ഫോം അടക്കം എല്ലാ ബൂത്തുകളിൽ നിന്നും എടുക്കുകയാണ്. തേജസ്വി യാദവുമായിട്ടും അതുപോലെ തന്നെ ദീപാങ്കർ ഭട്ടാചാര്യമായിട്ടും അതുപോലെ മറ്റ് അലയൻസ് പാർട്ട്നേഴ്സുമായിട്ടൊക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് ഒരു കൃത്യമായിട്ടുള്ള എവിഡൻസുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. അല്ല, വോട്ട് കൊള്ളയാണെന്നല്ല. നമ്മൾ ഹരിയാനയിൽ ഇത് പറഞ്ഞപ്പോൾ അന്ന് ആരംഭിച്ചില്ല. ഹരിയാനയിൽ നമ്മൾ പരാജയപ്പെട്ടപ്പോൾ ഞങ്ങളിത് പറഞ്ഞതാണ്. ഇത് വ്യക്തമാണ്. 19 ഇലക്ഷൻ കേസുകൾ ഇപ്പോൾ അവിടെ ഉണ്ട്, കോടതികളിലുണ്ട്. നിങ്ങൾ പറഞ്ഞ കോടതികളിൽ 19 ഇലക്ഷൻ കേസുകൾ ഹരിയാനയിലേക്ക് അപൂർവങ്ങളിൽ അപൂർവമല്ലേ ഒരു സ്റ്റേറ്റിൽ 19, അതും ചെറിയ സ്റ്റേറ്റ് ഹരിയാനയിൽ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ നിയമപരമായിട്ട് ഞങ്ങൾ പോരാടുന്നുണ്ട്. അതുകൂടാതെ അന്ന് പറഞ്ഞ കാര്യങ്ങളും ശരിയാണെന്ന് ഞങ്ങൾ തെളിയിച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ അതിനൊരു മറുപടി പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല. SIR ഇപ്പോൾ നടപ്പിലാക്കുന്നു. നിങ്ങൾ കേരളത്തിലെ കാര്യം അറിയാം. കേരളത്തിൽ ഇപ്പോൾ SIR നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ ഇവിടെ എല്ലാവരും മൊഴി നിൽക്കുമ്പോൾ അതേ ടൈം തിരഞ്ഞെടുത്തിട്ട് SIR നടത്തുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ ഇവരുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിയമസഭയും ഒന്നാകെ പറഞ്ഞിട്ടും അതൊന്നും മാറ്റാൻ പോലും തയ്യാറാവുന്നില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഡിസൈനോട് നിങ്ങൾ നോക്കിയാൽ അറിയാം. ആ റിസൾട്ട് ഒന്ന് ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്താൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. ഇനി JDU എപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് മാറിക്കളഞ്ഞാൽ അവർക്ക് പോലും ഗവൺമെൻറ് ഉണ്ടാക്കാൻ അവിടെ പറ്റില്ല. മനസ്സിലായില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ JDU ഇങ്ങോട്ട് മാറി JDU RJDയും കോൺഗ്രസും F2 എല്ലാം കൂടെ കൂടിയാലും ഗവൺമെൻറ് ഉണ്ടാക്കാൻ പാടില്ലാത്തവണ്ണമുള്ള ഡിസൈൻഡ് ഇലക്ഷൻ റിസൾട്ടാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് ക്ലിയർ മാനിപ്പുലേഷനാണെന്ന് സംശയമില്ല. ഇത് തോൽക്കുമ്പോൾ പറയുന്ന കാര്യമല്ല. ഇന്ത്യൻ ജനാധിപത്യം അപകടകരമായ സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ്. അതീവ ഗുരുതരമായ സ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ്. ജനങ്ങൾ വോട്ട് ചെയ്താൽ ആ വോട്ട് റിഫ്ലക്റ്റ് ചെയ്യാത്ത റിസൾട്ടിലേക്ക് പോവുകയാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമ നടപടികളും അതോടൊപ്പം തുടർ പ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ല, മോഡി പറഞ്ഞത് ഇതിപ്പോ കോൺഗ്രസിനെ പിളർക്കാനും ഇതൊക്കെ മോഡി പരിശ്രമിക്കുന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിലൊന്നും കോൺഗ്രസിൻ്റെ ഒരു നേതാവും വീഴാൻ പോണില്ല, കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനം വീഴാൻ പോണില്ല. ഇത് പാർലമെന്റ് ഇലക്ഷന് മുമ്പും പറഞ്ഞിരുന്നു. ഞങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു, ഞങ്ങളെല്ലാവരും ജയിലിലാക്കി, അപ്പോൾ എല്ലാം കോൺഗ്രസ് ഇല്ലാതാവും, ഇതോടെ തീർന്നു എന്ന് പാർലമെന്റ് ഇലക്ഷൻ മുമ്പ്. ഇതൊന്നും കണ്ട് പേടിക്കുന്നവരല്ല ഞങ്ങൾ. ഇന്ത്യാസൊക്കെ ഒറ്റക്കെട്ടായിട്ടാണ്. ഇന്ത്യാസൊക്കെ RJD മഹാഗഠബന്ധൻ ഒറ്റക്കെട്ടായിട്ട് അവരവിടെ ഒന്നിച്ച് കൂടിക്കൊണ്ട് അനാലിസിസ് നടത്തി പരിശോധിക്കും. അവർ പരിശോധിക്കും. അതിനുവേണ്ടി സംവിധാനം ഉണ്ടാവും. NDA വിജയത്തിന് കാരണം വോട്ട് മോഷണമെന്ന് ആരോപിക്കുകയാണ് കോൺഗ്രസ്. തോൽവി ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ന് കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിന് ശേഷം കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ബീഹാറിലെ പരാജയത്തിൽ അവിടെ വലിയ തട്ടിപ്പുകൾ നടന്നു എന്നുള്ള തരത്തിലാണ് കോൺഗ്രസ് അതിനെ വിലയിരുത്തിയിരിക്കുന്നത്. തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. തൗഫീഖ്, ബീഹാറിലെ തോൽവി എങ്ങനെയാണ് കോൺഗ്രസ് പരിശോധിച്ചത്? എങ്ങനെ വിലയിരുത്തുന്നു? ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുത്തത്? വിവരങ്ങൾ. അതന്നെ, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്തത്. അതിൽ പറയുന്നത് പ്രധാനമായും വോട്ട് ചോരിയാണ് ഇത്തരമൊരു വിജയത്തിന് കാരണമായതെന്നാണ് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. കൃത്യമായിട്ടുള്ള ഡാറ്റകൾ ശേഖരിച്ചതിന് ശേഷം എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പരിശോധന ഉണ്ടാകും. അതിനുശേഷം നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെതിരെ നേരിടും. കോടതിയെ സമീപിക്കേണ്ട വിഷയമാണെങ്കിൽ കോടതിയെ സമീപിക്കും. അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതീവ ഗുരുതര സ്ഥിതിയിലൂടെയാണ് ഇപ്പോൾ രാജ്യം കടന്നു പോകുന്നത്. ആളുകൾ ചെയ്യുന്ന വോട്ടുകൾ അത് റിഫ്ലക്റ്റ് ആകുന്നില്ല, അത് പ്രതിഫലിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ കെ.സി. വേണുഗോപാൽ പറയുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഈ വോട്ട് മോഷണമാണ് NDAക്ക് ഇത്രയധികം വിജയം അസമ്മാനിച്ചത്. അതല്ലാതെ ജനങ്ങൾ വോട്ട് ചെയ്തതല്ല, ജനങ്ങൾ സർക്കാരിന് വോട്ട് ചെയ്തതല്ല, പകരം വലിയ തട്ടിപ്പുകളിലൂടെയാണ് ഇത്തരത്തിലൂടെ അവർ അധികാരത്തിലെത്തിയത് എന്നാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ പറയുന്നത്. ഫലത്തിന് പിന്നിൽ വലിയ തട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആ തട്ടിപ്പിന്റെ ഒരു വിജയമായിരുന്നു ഇന്നലെ NDAക്ക് ഉണ്ടായത്. അവിശ്വസനീയമായിട്ടുള്ള ഒരു വിജയമാണ് ഉണ്ടായത്. ഇത്രയധികം വിജയം അവർക്ക് എങ്ങനെ നേടാനായി? ചരിത്രത്തിൽ ആദ്യമാണ് ഇത്തരമൊരു വിജയം ഒരു പാർട്ടിക്ക് ഒരു ഇത്രയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല. ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് അവർക്ക് ഇത്രയധികം വിജയം ഉണ്ടായതെന്ന് വിശ്വസിക്കുക
ഒരാൾക്കും സാധിക്കില്ല എന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത്. മണ്ഡലം അടിസ്ഥാനപ്പെടുത്തി ബൂത്ത് ലെവലിൽ ചെയ്ത വോട്ടുകൾ ഉൾപ്പെടെ അതിന്റെ ഡാറ്റകൾ ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. ഓരോ ബൂത്തിൽ എത്ര വോട്ടുകളാണ് പോൾ ചെയ്തത് അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കാനായിട്ടാണ് ഇന്ന് ചേർന്ന ഈ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. കമ്മീഷന്റെ കയ്യിൽ നിന്നും ആ ഡാറ്റ ലഭിച്ചതിന് ശേഷം എന്ത് മാനിപ്പുലേഷനാണ് നടന്നിരിക്കുന്നത്, എന്ത് തട്ടിപ്പുകളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശകലനമായിട്ടുള്ള ചർച്ച നടത്തിയതിനു ശേഷം ആവശ്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ